ഹലോ ഹായ് ഇന്നത്തെ ഒരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ 3:30 എണീറ്റ് വന്നു. അപ്പോൾ നല്ല ഉഷാറോട് കൂടിയാണ് ഇന്ന് എണീറ്റത്. അതാണ് മുഖത്തൊരു ചെറിയ ചിരിയൊക്കെ നിങ്ങൾക്ക് കാണാം. അതായത് ഉറക്കമൊക്കെ ചില ദിവസം നല്ല ഡീപ്പ് സ്ലീപ്പൊക്കെ കിട്ടി എണീക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എന്താ പറയുക, ഉറക്കം തടസ്സപ്പെടാതൊക്കെ എണീറ്റ് വരുമ്പോഴത്തേക്ക് ഈ ചിരിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് നല്ല ഉറങ്ങി തെളിഞ്ഞ മുഖത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് കിച്ചണിലേക്ക്. അപ്പോൾ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേന്ന് ഫുൾ പ്ലാൻഡാ പൂരി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കേണ്ടത് പിയയ്ക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അങ്ങനെ എൻ്റെ കുറച്ച് മാവെടുത്ത് ഞാൻ എൻ്റെ പൂരിക്ക് വേണ്ടിയിട്ട് കുഴയ്ക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഞാൻ ഒരു പിടി റവയും കൂടി ഇട്ടു. അപ്പോൾ റവയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ പൂരി ഒരുപാട് എണ്ണ കുടിക്കാണ്ട് നല്ല ക്രിസ്പിയായി പൊങ്ങി വരികയും ചെയ്യും. എണ്ണ പിടിക്കുകയില്ല കേട്ടോ, എണ്ണ പിടിക്കുകയല്ല, എണ്ണ കുടിക്കുകയില്ല, നന്നായിട്ട് വരും. അങ്ങനെ ഞാൻ അതിനുള്ള എന്താ പറയുക, ഒരു പിടി റവയും കുറച്ച് ഗോതമ്പ് മാവും കൂടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇങ്ങനെ ആയിരിക്കുമല്ലേ നിങ്ങളൊക്കെ ചെയ്യുക? ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ ചെയ്യുന്നൊരു രീതി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അമ്മ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനും അമ്മ ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ കുഴച്ച് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പൊട്ടറ്റോ കറിയും കൂടെ ഉണ്ടാക്കിയാലോ. അതിന് തലേന്ന് തന്നെ ഞാൻ പൊട്ടറ്റോ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ക്യൂബ്സായിട്ട് അരിഞ്ഞിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ അത് വേവാനും പെട്ടെന്ന് ഒരു 1-2 വിസിൽ തന്നെ അത് സെറ്റായിരിക്കും. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ സ്മാഷ് ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ, ജസ്റ്റ് പീൽ ചെയ്തിട്ട് അങ്ങനെ തന്നെ ഇടാറുണ്ട് പൊട്ടറ്റോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള, ഇഞ്ചി, 2-3 വെളുത്തുള്ളി, പിന്നെ കാന്താരി മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ട് കടുക് പൊട്ടിച്ചിട്ട് ഇതൊക്കെ ഇട്ട് ഒരു മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. വേണമെങ്കിൽ ചില സമയത്ത് അതിനോട് ഞാൻ പാല് ചേർക്കാറുണ്ട്, ചിലപ്പം തേങ്ങാപ്പാൽ ചേർക്കാറുണ്ട്, ചിലപ്പോൾ ഒന്നും ചേർക്കാറില്ല. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് എന്താണെങ്കിലും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് കേട്ടോ, അങ്ങനെ വെക്കാറുണ്ട്. അപ്പം ഈ പൂരി മസാല പിയയ്ക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മളെല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. പക്ഷേ എണ്ണ ആയതുകൊണ്ട് അധികം എപ്പോഴും ഉണ്ടാക്കാറില്ല. പിന്നെ എണ്ണ ഈ പറയുന്ന പോലെ റവ ചേർക്കുന്നുണ്ട്, അത്ര എണ്ണ അങ്ങോട്ട് ആവാറുമില്ല കേട്ടോ, പിടിക്കാറില്ല എണ്ണ. അങ്ങനെ അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടിന് ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം ഞാനൊരിക്കലും ഇതെങ്ങനെയാണ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ളതൊന്നും വിചാരിച്ചിട്ട് ചെയ്തതല്ല. എനിക്കിഷ്ടമാണ് ചെയ്യാൻ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് ഓരോരുത്തരുടെയും ലൈഫിലെ കാര്യങ്ങൾ എന്താ പറയുക, അവരുടെ ഓരോ തോട്ട്സും അവരുടെ ചിന്തകളും ഒക്കെ അറിയാനും അവരുടെ വേ ഓഫ് തിങ്കിങ് അറിയാനും ഒക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ നമ്മുടെ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു റുട്ടീൻ കാണിക്കുമ്പോഴത്തേക്കും ഇതാണ് എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഞാനത് ജസ്റ്റ് ഷൂട്ട് ചെയ്തിടുന്നതിന് എനിക്കിപ്പം ആകെ ചെയ്യേണ്ട ഒരു എക്സ്ട്രാ കാര്യം എന്ന് വെച്ചാൽ രാവിലെ എണീക്കുക, കുറച്ചൊന്ന് എന്താ പറയുക, മുടി ഇങ്ങനെ കാക്കിരി പീക്കിരിയായിട്ട് കിടക്കുന്ന മുടിയൊക്കെ ഒന്ന് കെട്ടി വയ്ക്കുക. പിന്നെ ചില സമയത്ത് തോന്നുകയാണെങ്കിൽ ഒരു ലിപ്സ്റ്റിക് എടുത്തിടുക കേട്ടോ. അപ്പോൾ വിചാരിക്കേണ്ട രാവിലെ എന്തിനാണ് ഈ വെളുപ്പാങ്കാലത്ത് എണീറ്റ് 3:30 ലിപ്സ്റ്റിക് ഇടുമോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. കാരണം നമ്മൾ എപ്പോഴും പ്രസൻറ്റബിൾ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ഓർക്കപ്പിച്ചിൽ വന്നിങ്ങനെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ കാക്കിരി പീക്കിരി മുടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വന്നിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഈ കൊച്ചിന് ഇച്ചിരി വൃത്തിക്കൊക്കെ നിന്നിവിടെ എന്ന് ചിന്തിക്കില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് മുടിയൊക്കെ കെട്ടി നല്ല വൃത്തിയായിട്ട് എന്താ പറയുക, ചില സമയത്ത് ചില ദിവസം തോന്നും ലിപ്സ്റ്റിക് ഇടണമെങ്കിൽ അതിടും, എന്നിട്ട് വന്ന് ഇരിക്കും കേട്ടോ. അതിന് മുന്നേ പല്ലൊക്കെ തേക്കും കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത് കിച്ചണിലേക്ക്. ഓക്കെ. അപ്പോൾ ദേ സൈഡിൽ കൂടെ പയറ് തോരൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടെ നമുക്ക് അതിൻ്റെ അരപ്പിടാനുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടി ഒന്ന് അരച്ചിട്ട് അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പയർ തോരൻ റെഡി. അപ്പോൾ കഴിയുന്നതും എല്ലാം അരിഞ്ഞ് ഞാൻ തലേന്ന് വെക്കാറുണ്ട്. കാരണം രാവിലെ എണീറ്റ് ചെയ്യുന്നത് ചില സമയത്ത് നമ്മൾ പണി പാളിപ്പോവും. പിന്നെ അരിയുന്നതിനൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് പ്രിപ്പറേഷൻസ് തലേന്ന് ഈവനിങ് ചെയ്യുന്നത്. അപ്പോൾ ഈവനിങ് വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുക്കിംഗ് അതൊക്കെ ചെയ്യാറില്ല ഈവനിങ്, അധികം നല്ല ചെയ്യാറേ ഇല്ല. ഇതാണ് കറികൾക്ക് എല്ലാ സാധനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളത് അരിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പൂരിയുടെ കാര്യങ്ങളൊക്കെ സൈഡിൽ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്നോട് കുറച്ച് പേര് കമൻസ് ചെയ്യാറുണ്ട്, എങ്ങനെയാണ് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം ഞാൻ ഈ കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞ് പോകുന്ന കാര്യങ്ങളല്ലേ കാണുന്നുള്ളൂ, അതിന് ശേഷമുള്ള കാര്യങ്ങൾ കാണാറില്ലല്ലോ, കാണിക്കാറില്ല. അപ്പം കാണിക്കാറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇറങ്ങും, അപ്പോൾ എൻ്റെ കൂടെയുള്ള ക്യാമറമാനും ഇറങ്ങും, അതായത് എൻ്റെ ചേട്ടനും ഇറങ്ങാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെയല്ല, നമുക്കിന്ന് കാണിക്കണം എന്താണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത്, ചേട്ടൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്നുള്ളതും കൂടെ നമുക്ക് കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്ന് അതിൻ്റെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളും കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണാം. അതായത് ഞാനിവിടെ ഈ ജോലി കഴിഞ്ഞ് പോയതിന് ശേഷം, അതായത് സാറ്റർഡേ സൺഡേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അപ്പപ്പോൾ ഉള്ള പാത്രങ്ങൾ അപ്പപ്പോൾ കഴുകി വെക്കാറുണ്ട്. പക്ഷേ അല്ലാത്ത ദിവസങ്ങളിൽ അത് നടക്കാറില്ല.
അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീക്ക് ഡേയ്സിലൊക്കെ ഈ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങിപ്പോകാനുള്ളൊരു സമയം പിന്നെ എനിക്ക് കുളിച്ച് റെഡിയായി പോകാനുള്ളൊരു സമയം മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ബാക്കി എന്നെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് നമ്മുടെ കിച്ചൺ ക്ലീനിങ് ആണെങ്കിലും മോളെ വിടുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏട്ടനാണ്. അപ്പോൾ അതാണല്ലോ ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ രീതിയിലും ഒരു പാർട്ട്ണർഷിപ്പ് അവരുമായിട്ട് നമുക്ക് ഉണ്ടാവണമല്ലോ. അപ്പോൾ എല്ലാ രീതിയിലും അങ്ങനെ തന്നെയാണ്, കൂടെ നിൽക്കാറുണ്ട്. ഇപ്പം ആദ്യത്തെയൊക്കെ തുടക്ക സമയത്താണെങ്കിൽ ഞാൻ എണീറ്റ് രാവിലെ ജോലി ചെയ്യുമ്പോൾ ഏട്ടൻ എണീക്കാറുണ്ടായിരുന്നില്ല. ഞാൻ ഏട്ടനെ വിളിച്ചിട്ടുമില്ല. ഏട്ടന് ആ സമയത്ത് പോകാൻ നേരത്താണ് ഞാൻ വിളിക്കുക, ചേട്ടൻ റെഡിയായി വാ പോവാം എന്ന് പറയുമ്പോഴാണ് ഏട്ടൻ എണീക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പോലും വിളിക്കാണ്ടാണ് ഒരു ദിവസം തൊട്ട് ചേട്ടൻ സ്റ്റാർട്ട് ചെയ്ത് രാവിലെ വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തുടങ്ങി. ഞാൻ എണീക്കുന്നതിനും ഒരു 5 മിനിറ്റ് മുന്നേ എങ്കിലും ഇപ്പോൾ ഏട്ടൻ എണീക്കാറുണ്ട്. എണീറ്റ് വന്നിട്ട് നമുക്ക് എന്നെ വിളിക്കാറുണ്ട്. എണീക്കുന്നില്ലേ സമയമായി എന്നൊക്കെ പറയാറുണ്ട്. അലാം കേൾക്കുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ ഏട്ടൻ വിളിക്കാറുണ്ട്. അങ്ങനെ എണീറ്റിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടാണ് കിച്ചണിലേക്ക് ഇപ്പോൾ വരുന്നത്. പക്ഷേ അപ്പോൾ കിട്ടും നമ്മുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു കുറേ നാൾ മിസ് ചെയ്തിരുന്ന ഒരു സംഭവമാണത്. കാരണം എന്ന് വെച്ചാൽ ഞാനും വിചാരിക്കും ഏട്ടൻ ഉറങ്ങല്ലേ, നമ്മൾ രണ്ടുപേരും കൂടെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ, ഞാൻ എന്തായാലും എണീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, അപ്പം ഏട്ടൻ കിടന്നോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഞാൻ പറഞ്ഞതുപോലെ ആരും പറയാണ്ട് തന്നെ ഏട്ടൻ തന്നെ എണീറ്റ് വന്നിട്ട് എനിക്കിപ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതാണ് പറയുന്നത്, നമ്മുടെ ഒരു പാർട്ട്ണർ കിടന്ന് കഷ്ടപ്പെടുമ്പോഴത്തേക്കും ഒരാൾക്ക് സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇതെൻ്റെ മാത്രം ഡ്യൂട്ടിയാണെന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് അല്ല എനിക്കുള്ളത്. കൃത്യമായിട്ടും കാര്യങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്, രണ്ടുപേരുടെ ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ഫാമിലി ലീഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കുക്കിംഗ് ചെയ്യുന്നത് എനിക്ക് മാത്രം പാത്രത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, ഹസ്ബൻഡിനും മോൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലെല്ലാം എന്നെ സഹായിക്കുക എന്ന് പറയുന്നത് അതാണ് ഒരു ലൈഫ് പാർട്ട്ണർ ചെയ്യേണ്ടതൊരു കാര്യം. അപ്പം ഞാൻ ഓരോ കാര്യങ്ങളിലും ചേട്ടൻ ചെയ്യുന്നതിനോട് ഞാൻ താങ്ക്സ് പറയാറുണ്ട്. അതേപോലെ തിരിച്ചും ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ചേട്ടൻ എന്നോടും താങ്ക്സ് പറയാറുണ്ട്. അപ്പം അതാണ് ലൈഫ്, അതിനാണ് ഒരു ഹാപ്പിനെസ് കാണേണ്ടതും. നമ്മുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യണം കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ ഒത്തുപിടിച്ചാൽ ഏത് വലിയ കാര്യവും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും തുല്യ ഉദാഹരണമാണ് ഈ 1 മണിക്കൂറിനുള്ളിൽ പണിയൊക്കെ തീർത്ത് പോകാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെ കമ്മിറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് 1 മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത്ര ഫാസ്റ്റായിട്ട് എങ്ങനെ പറ്റും എന്നുള്ളതൊക്കെ. ഇതൊന്നും നമ്മൾ ശീലിച്ച് വന്നൊരു റുട്ടീനേ അല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ട് തൊട്ടേ രാവിലെ എണീറ്റ് എല്ലാ പണികളും ചെയ്യുന്ന, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ വീട്ടുജോലികൾ ചെയ്ത് വളർന്ന ഒരാളോ ഒന്നുമല്ല. വീട്ടിൽ എപ്പോഴും നമുക്ക് ഏതെങ്കിലും മെയ്ഡ്സ് ഉണ്ടാവാറുണ്ട് പുറം ജോലിക്കുമൊക്കെ. പിന്നെ അല്ലെങ്കിൽ കുക്കിങ് കംപ്ലീറ്റ്ലി അമ്മ തന്നെയായിരുന്നു. അമ്മ ഒരു കാര്യത്തിനും വിളിക്കില്ലായിരുന്നു. അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ചെല്ലുന്നത് ശല്യമായിരുന്നു. നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും അമ്മ ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് അമ്മ എല്ലാം ചെയ്തങ്ങ് പോകും. പിന്നെ നമ്മളും കൂടെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഇരട്ടിപ്പണിയാവുമെന്ന് പറഞ്ഞിട്ട് അമ്മ നമ്മളെ വിളിക്കാറില്ല, ഒരു കാര്യത്തിനും വിളിക്കാറുണ്ടായിരുന്നില്ല. അത് കല്യാണം കഴിഞ്ഞ് കുഞ്ഞായതിന് ശേഷമാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പം ഫൈനലി ഇവിടെ വന്ന് നമ്മളിങ്ങനെ ഒരു യാത്ര തുടങ്ങിയപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ആ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത് ഞാൻ കംപ്ലീറ്റ്ലി ചെയ്തതാണ്. പക്ഷേ എനിക്കത് ഭയങ്കര ഒരു ഹെവി ടാസ്കോ അല്ലെങ്കിൽ അയ്യോ എൻ്റെ ജീവിതം ഇവിടെ തീർന്നു എന്നുള്ള രീതിയിലുള്ള അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്താഗതി എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം ഈ ജോലികൾ ചെയ്യുന്നത് നമ്മുടെ ഒരുമിച്ച് ഫാമിലിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ട്രാവൽ ചെയ്യുന്നതും. ഒരുമിച്ച് വൈകുന്നേരം കിട്ടുന്ന ഒരു 1 മണിക്കൂറാണെങ്കിലും 2 മണിക്കൂറാണെങ്കിലും ഒരുമിച്ച് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രഷ്യസ് ടൈമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക പാർട്ട്ണറിനെ എല്ലാവരും, എന്നിട്ട് ഒരുമിച്ച് സന്തോഷമായിട്ട് നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇത് ഇറങ്ങി. അപ്പം ഇതിപ്പം ബാക്കി വന്നിരിക്കുന്ന പാത്രങ്ങളാണ്, അന്നത്തെ കുക്കിങ്ങിൻ്റെ ബാക്കി സാധനങ്ങളും ഒരുപാടില്ലെങ്കിലും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനും ഒക്കെ ഉണ്ട്. ആകെ ഒരു മെസ്ഡപ്പ് ആയിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇനി ഞാൻ എന്നെ കൊണ്ടാക്കിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ പോകുന്നവരെയല്ലല്ലോ കാണുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ നമ്മുടെ അങ്കത്തട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏട്ടൻ്റെ പരിപാടികളാണ്. അപ്പോൾ രാവിലെ നേരത്തെ പയർ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിയയ്ക്ക് അത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിയ കഴിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാരി കൊടുക്കുകയൊക്കെ ആണെങ്കിൽ കഴിക്കും, സാറ്റർഡേ സൺഡേസൊക്കെ ആണെങ്കിൽ. അല്ലാണ്ട് സ്കൂളിലേക്ക് നമ്മൾ ഇഷ്ടമില്ലാത്തൊരു സാധനം കൊടുത്തുവിട്ട് അവൾ കഴിക്കില്ല. പിന്നെ അത്ര നിർബന്ധിച്ച് ടീച്ചേഴ്സ് കഴിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടെ ഇപ്പോൾ 3rd സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അത്രയും ശ്രദ്ധിക്കുന്നുണ്ടാവില്ലായിരിക്കും. അപ്പം പിയൊക്കെ ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുത്തു വിട്ടാൽ കഴിച്ചുകൊണ്ട് വരുമല്ലോ എന്ന് വെച്ചിട്ട് പൊട്ടറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ. അപ്പോൾ അത് ഏട്ടനൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഷാലോ ഫ്രൈയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മെഴുക്കുരട്ടി പോലെ ആക്കുകയാണ്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഫ്രൈ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല എന്നുള്ള അവസ്ഥയാണ്. എന്താണെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾ കഴിക്കുന്നുള്ള പ്രതീക്ഷയിൽ ഉണ്ടാക്കി റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പം ആ പൂരിയുടെ എണ്ണ തന്നെയാണ് കേട്ടോ കുറച്ച് അങ്ങോട്ടേക്ക് ഒഴിക്കുന്നത്, കാരണം ഫ്രഷ് ആണല്ലോ. ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ച് നാളത്തേക്കൊന്നും എടുക്കാനൊന്നും പറ്റില്ല, അത് നമ്മൾ കളയും. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഏട്ടനോട് തന്നെ ചോദിക്കാം. ഏട്ടനാണല്ലോ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഏട്ടാ എങ്ങനെയുണ്ട് ഈ 2 റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ ഏട്ടന് ഭയങ്കര ഹെക്റ്റിക്കായിട്ടോ അല്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാറുണ്ടോ? എനിക്ക് ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ വീട്ടുജോലികൾ ഷെയർ ചെയ്ത് ചെയ്യുന്നതിനോട് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. കാരണം ഒരുമിച്ച് ഒരു ഫാമിലി നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ
രണ്ടുപേരും ജോലി ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും പെയിനും എല്ലാം വരും, അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് കിട്ടും. അതെ, നമ്മുടെ ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ആ ചേട്ടൻ എന്തോരം ജോലിയാണ് ചെയ്യുന്നത്, അയ്യോ പാവം ചേട്ടൻ എന്നൊക്കെ പറയുന്നവരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? അങ്ങനെ ആരും പറയാൻ സാധ്യതയില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരുമിച്ച് ഷെയർ ചെയ്ത് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അതെ, ഇപ്പൊ ഈ കാലഘട്ടത്തിൽ അങ്ങനെ പറയണമെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. കാരണം രണ്ടുപേരും ഈക്വലി ചെയ്താൽ മാത്രമേ ഈ കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആൺ പെൺ വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരും എല്ലാം ചെയ്യണം അല്ലേ? അങ്ങനെ നമ്മുടെ ചെറുതിൻ്റെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഇത് ഈ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ അവർക്ക് വെള്ളം നേരത്തെ കൊടുത്തു. ഇപ്പൊ എണിപ്പിക്കും. അത് ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു, വെള്ളം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 മിനിറ്റ് അവിടെ കിടത്തും, എന്നിട്ടാണ് അവള് എണീറ്റ് റെഡി ആവുന്നത്. ഇപ്പൊ അത് ഇവളെ കുളിക്കാൻ റെഡിയാക്കി പല്ല് വെച്ച് കഴിഞ്ഞാൽ അവള് തന്നെ കുളിക്കും. അപ്പോഴേക്കും ഞാൻ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുത്തു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അവള് ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യും. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. കുറച്ച് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇടാറുണ്ട്. ലിപ്സ്റ്റിക് ഒന്നും ഇല്ല കേട്ടോ. അതൊന്നും സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഇടിക്കാറില്ല. അപ്പൊ ഈ സമയത്താണ് ഭക്ഷണം കൊടുക്കുന്നത്. ഈ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നേരെ പിന്നെ ഇനി ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന അതേ സ്പീഡാ ശരിക്കും. അത്രയും സ്പീഡിൽ ഓടിയാലേ ഇവിടെ താഴെ എത്തുള്ളൂ. അതെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ അവൾ റെഡിയായി പോവാണ്. അതോടെ നമ്മുടെ രാവിലത്തെ ഒരു കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്ന് ഇത്രയും വീഡിയോ ഉൾപ്പെടുത്തിയത് എല്ലാവർക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.